വ്രതം എടുക്കുന്നവർ ഭക്ഷണത്തിൽ ഉള്ളി ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അതെന്താണെന്ന് പറയാം. പാലാഴി മഥനത്തിലൂടെ ലഭിച്ച അമൃത് അസുരന്മാരാണ് ആദ്യം കൈക്കലാക്കുന്നത്. മഹാവിഷ്ണു മോഹിനി രൂപത്തിൽ വന്ന് അമൃത് വിളമ്പുവാനുള്ള അധികാരം അസുരന്മാരിൽ നിന്നും പ്രാപ്തമാക്കുന്നു. ദേവന്മാർക്ക് മാത്രം മോഹിനി അമൃത് വിളമ്പുന്നത് കണ്ട് സിംഹികാപുത്രനായ സ്വരഭാനു ദേവന്മാർക്കിടയിൽ നുഴഞ്ഞുകയറി അമൃത് വായിലാക്കി. ഇത് കണ്ട സൂര്യചന്ദ്രന്മാർ മഹാവിഷ്ണുവിനെ വിവരം ധരിപ്പിക്കുകയും ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് സ്വരഭാനുവിൻ്റെ കണ്ഠം ഛേദിക്കുകയും ചെയ്തു. അമൃത് കണ്ഠം വരെ എത്തിയതിനാൽ മരണം സംഭവിച്ചില്ല. ശിരസ് രാഹു എന്നും കബന്ധം കേതുവെന്നും അറിയപ്പെട്ടു. സുദർശനം കഴുത്ത് ഛേദിക്കുന്ന വേളയിൽ ഏതാനും ചോരത്തുള്ളികളും അമൃതിൻ്റെ തുള്ളികളും ഭൂമിയിൽ പതിച്ചു. അമൃതിൻ തുള്ളികൾ വെളുത്തുള്ളിയായും ചോരത്തുള്ളികൾ ചുവന്ന ഉള്ളിയായും മുളച്ചുവെന്ന് പറയപ്പെടുന്നു. അമൃതിൻ്റെ അംശം ഉള്ളതുകൊണ്ട് വെളുത്തുള്ളിക്ക് ഔഷധ ഗുണങ്ങളുണ്ട്. എന്നാൽ അസുരൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായ ചോരയിൽ നിന്നും ഉണ്ടായ ചുവന്ന ഉള്ളി ധാരാളം ഭക്ഷിക്കുന്നവരുടെ സ്വഭാവം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. അവർക്ക് അസുര സ്വഭാവം കൂടുതലായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ടാണ് ഉള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തരുത് വ്രതമെടുക്കുമ്പോൾ എന്ന് പറയുന്നത്. ഇത് കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്